ഹലോ നമസ്കാരം. ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. വാട്സപ്പ് നമുക്കറിയാം ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്കും എത്രയും പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ബീറ്റ വെർഷനിലേക്കും ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഫോണിലേക്ക് പോയി അപ്ഡേറ്റിനെ കുറിച്ച് നോക്കാം. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. നമുക്ക് വാട്സപ്പിൽ നമ്മൾ ആദ്യം നോക്കുന്നത് വാട്സപ്പ് സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള ഒരു ലേ ഔട്ട് ഫീച്ചറിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് ആഡ് സ്റ്റാറ്റസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാം ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ലേ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് ചൂസ് അപ് ടു 6 ഫോട്ടോസ് ഫ്രം യുവർ ലേ ഔട്ട്. ഇതിൽ നമുക്ക് 6 ഫോട്ടോസ് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു ടിക്ക് മാർക്ക് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കാണാം. ഇവിടെ ആദ്യത്തെ ഒരു ലേ ഔട്ട് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഫോട്ടോ ലേ ഔട്ട് മാറി. അതിനുശേഷം വീണ്ടും ഇവിടെ രണ്ടാമത്, അതിനുശേഷം 3, 4, 5, 6. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് വളരെ മനോഹരമായ രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ കിട്ടാത്തവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. ശേഷം ബീറ്റ വെർഷനിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കത് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. രണ്ടാമതായി നോക്കുന്ന അപ്ഡേറ്റ് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ്. വളരെ കിടുക്കാഴ്ച ഒരു അപ്ഡേറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്കിവിടെ ആഡ് സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഫോട്ടോയാണോ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായി നമുക്ക് സ്റ്റിക്കറിൻ്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആഡ് യുവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമുക്കിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം എവിടെയാണ് നമുക്കത് കറക്റ്റായിട്ട് വെക്കേണ്ടത് അവിടെ ജസ്റ്റ് കൊണ്ട് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അടിപൊളിയായിട്ട് വളരെ മനോഹരമായിട്ട് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തായി നമുക്ക് വീണ്ടും ആ സ്റ്റിക്കർ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു ഫോട്ടോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഫോട്ടോ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടു. ഇപ്പോൾ നമുക്ക് ഒരു ഫോട്ടോയും കൂടി അതിൻ്റെ മേലെ എന്തെങ്കിലും നമുക്ക് വെക്കണമെങ്കിൽ ജസ്റ്റ് അതിൽ മേൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നമുക്ക് ഏത് ഫോട്ടോയാണ് വെക്കേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ഫോട്ടോയുടെ മേൽ ഒരു ഫോട്ടോ മൾട്ടിപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ അടിപൊളി ഒരു ഫീച്ചറാണ്. ഇത് കണ്ട് നമ്മൾ ഇങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റു പലരോടും ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ള വളരെ കിടുക്കാഴ്ച ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇതും. എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായി നമുക്കറിയാം വാട്സപ്പ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ അത് സെൻഡ് ആവാതിരിക്കുക, മറ്റുള്ള വ്യക്തിക്ക് ലഭിക്കാതിരിക്കുക, അതേപോലെ തന്നെ അവർ നമുക്ക് അയക്കുന്ന ഏതെങ്കിലും ഫോട്ടോസോ വീഡിയോസോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതിരിക്കുക. അങ്ങനെ വാട്സപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു അടിപൊളി ഫീച്ചർ ഇപ്പോൾ വാട്സപ്പ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കിവിടെ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിലേക്ക് പോകാം. അതിനുശേഷം കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ റിപ്പോർട്ട് ബഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ പ്രശ്നം അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്കിവിടെ സ്ക്രീൻഷോട്ടായിട്ട് നമുക്ക് എടുത്തിട്ട് അത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോട്ടോ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ എന്താ പ്രശ്നം അത് അതിനുശേഷം നമുക്കിവിടെ അത് ജസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്കത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് അത് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ അടിപൊളി ഫീച്ചറാണ് ഇപ്പോൾ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് പറഞ്ഞ എല്ലാ വാട്സപ്പ് ഫീച്ചറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.